ഗായ്സ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഇൻ 2024 ഫോർ മീ ഈസ്, ആൻഡ് ദ മൂവി നെയിം ഈസ് വാർ 2. ദ കാസ്റ്റ് വൈസ് ഋതിക് റോഷൻ, ജൂനിയർ NTR, കിയാര അദ്വാനി, വാണി കപൂർ, ടൈഗർ ഷ്രോഫ്, Anil Kapoor, Ashutosh Rana, and Bobby Deol. പടത്തിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അയാൻ മുഖർജിയാണ്. മീൻസ് മേക്കപ്പ് സെറ്റ്, പിന്നെ എ ജഹാനി, എ ദിവാനി, ബ്രഹ്മാസ്ത്ര എന്ന സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ബട്ട് ബ്രഹ്മാസ്ത്ര ഈസ് എ ആവറേജ് ഫോർ മീ, അത് വേറെ കാര്യം. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന പൃഥ്വാണ്. ബീജം ചെയ്തിരിക്കുന്നത് സജിത്ത് ബെൽഹാറ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ DOP ചെയ്തിരിക്കുന്നത് ബെൽഹാം ജസ്പർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത്രയാണ് ഈ സിനിമയെ കുറിച്ച്. പിന്നെ പറയാം, സ്റ്റോറി ബൈ ആദിത്യ ചോപ്ര ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ യശ്രാജ് ഫിലിംസ്. പാഠം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, it is a above average film for me. Means, and rating wise, IMDb rating wise 7/10 ആയിരിക്കും. പടത്തിലെ നെഗറ്റീവ്സ് ഫസ്റ്റ് പറയാം. ഫസ്റ്റ് എനിക്ക് ഇതിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു സീനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ജൂനിയർ NTRും ഋതിക് റോഷൻ്റെ ഒരു ട്രെയിനിൻ്റെ മേളിൽ നിൽക്കുന്നൊരു സീനുണ്ട്. അതോടെ മറ്റേ വാർ സിനിമയിൽ ഋതിക് റോഷൻ്റെ മോളുടെ മീൻസ് ആൾ ഉണ്ട്. അപ്പോൾ ആ സീനിലെ VFX അത്യാവശ്യം പോരായിരുന്നു. കുറച്ച് ശോകമായിട്ട് ഫീൽ ചെയ്തെടുത്ത് അത് കുറച്ചുകൂടി നന്നാക്കായിരുന്നു. ആ സീനും കേട്ട ശോകമായിരുന്നു. ആ സീനിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ സ്റ്റോറി മിസ്റ്റീരിയസ് ആയിട്ട് കൊണ്ടുവന്നത് എനിക്ക് ഓക്കെയാണ്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കിയാര അദ്വാനിനെ ഫസ്റ്റ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കിയാര അദ്വാനിയുടെ മാറ്റിയായിരുന്നു. കാര്യമായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. വേറൊരു നെഗറ്റീവ്സ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പോസിറ്റീവ്സ്, ഹൈലി പോസിറ്റീവ് പറയുകയാണെങ്കിൽ ആ പാട്ട് പൊളിച്ചടങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ സോങ് വിടുമെന്ന് തന്നെ പറഞ്ഞു. സോങ് വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ് പൊളി സാധിക്കുന്നത്. അതേപോലെ തന്നെ ആ പാട്ടിൽ ഋതിക് റോഷൻ ജൂനിയറിൻ്റെ എനർജി സീൻ. പിന്നെ എനിക്ക് ഹൈലി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ സീനാണ്. മീൻസ് ജൂനിയർ NTR വില്ലനാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന സീനാണ്. മീൻസ് ഇൻ്റർവെൽ സീനാണ്. അതാണ് ഈ സിനിമയുടെ ഇൻ്റർവെല്ലിലോട്ട് കണക്ട് ചെയ്യുന്ന സീൻ. അപ്പോൾ ഇൻ്റർവെൽ സീൻ എന്ന് പറയുന്നത്, അപ്പോൾ ആ സീൻ അത്യാവശ്യം സൂപ്പർ ഹൈലി പോസിറ്റീവായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് ഹൈലി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഋതിക് റോഷൻ ഷ്രോഫിൻ്റെ വീട്ടിൽ, മീൻസ് വാർ 1 ടൈഗർ ഷ്രോഫിൻ്റെ ക്യാരക്ടറിൻ്റെ വീട് കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ഉള്ള സീൻ, അവിടുത്തെ അതിൻ്റെ ആ സ്ഥലത്തെ ഇമോഷൻ അതൊക്കെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ വാണി കപൂർ കിട്ടുന്ന സീൻ ഒക്കെയാണ്. അത്യാവശ്യം കാണിക്കുന്ന സീൻ, ടൈഗർ ഷ്രോഫിനെ കാണിക്കുന്ന സീനും ഇതൊക്കെയായിരുന്നു എനിക്ക് ഹൈലി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ഋതിക് റോഷൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അങ്ങേര് ആദ്യമായിട്ടാണ് ഷോർട്ട് ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് പടത്തിൽ. അതും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ അത് പോകാനുള്ള സാധനം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അങ്ങനെ ഫിസിക്കൽ വൈസാണെങ്കിലും ആക്ടിങ് വൈസാണെങ്കിലും
ഡാൻസിങ് വൈസ് ആണെങ്കിൽ രണ്ട് കാര്യത്തിലാണെങ്കിൽ അങ്ങനെ സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ജൂനിയർ അത് ആദ്യമായിട്ടില്ല എത്ര ചെയ്യുന്ന അതാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ഞാൻ സല്യൂട്ട് ചെയ്തിരിക്കുന്നു. ബിക്കോസ് ഇങ്ങനെ സിനിമ എടുത്തതിന് സ്റ്റോറി ആയിട്ടപ്പം എടുത്തതിന് ഞാൻ സല്യൂട്ട് ചെയ്തേ പറ്റുമെങ്കിൽ സൂപ്പർബായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അശുതോഷ് കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വരും, പിന്നെ അങ്ങനെ ചാവും, അങ്ങനെ സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സീനൊക്കെ അങ്ങനത്തെ സീൻസൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ അനിൽ കപൂർ നന്നായിട്ട് പടം കുറച്ച് മിസ്റ്ററീസ് വരുന്നുണ്ട്. അത് ഇങ്ങനെ വില്ലിനെയാണോന്ന് വിചാരിച്ചാണ്, പക്ഷെ അല്ല. പിന്നെ വേറെ സാധനം ക്യാമോ ബോബി ഡിയോൾ ആൻഡ് ഇറ്റ്സ് കണക്റ്റഡ് ടു ആൽഫ മൂവി. ഒന്നുമില്ല, ആൽഫ എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞിട്ടുണ്ട്. വൈറസ് പൈഡോ സിനിമ വരാൻ പോകുന്നത് അതാണ്. ഞാനത് ഒരു അഡ്വർടൈസ്മെൻറ്റ് വിട്ടിരുന്നു. അപ്പോൾ ആ സിനിമയിലെ വില്ലൻ ഞാൻ ബോബി ഡിയോളാന്ന് പറഞ്ഞുകൊണ്ടാണ് പടം അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ സിനിമ. അപ്പോൾ അതും അത്യാവശ്യം നൈസായിരുന്നു. എല്ലാ ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം വൈസ് സൂപ്പർബായിട്ട് ചെയ്ത് വെച്ചിട്ട്. പിന്നെ പഴയ സാധനമുണ്ട്, മീൻസ് ബ്രഹ്മാസ്ത്രയിൽ ഒരു സാധനമുണ്ട്, മീൻസ് എന്താന്ന് പറയാം, റെഡ് ലൈറ്റ് സോറി റെഡ് ബ്ലൂ ലൈറ്റ് ഡീറ്റെയിൽ. മീൻസ് ഇപ്പോൾ വാറിൽ ബ്രഹ്മാസ്ത്രയിൽ റെഡ് ബ്ലൂ ലൈറ്റിൻ്റെ ഒരു വിളയാട്ടം ബ്രഹ്മാസ്ത്രയിൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ അതേമാതിരി ഇവിടെയുണ്ട്, പക്ഷെ അവിടെ വർക്കാകാത്തത് ഇവിടെ കുറച്ചും കൂടി വർക്കാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ വിഷ്വൽ വോയിസ് ടോപ്പ് നോച്ച്. ബട്ട് ആ ട്രെയിൻ സീൻ ഒന്നും മര്യാദക്കായിരുന്നു എന്ന് മാത്രം എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് ആയത് വണ്ടിയുടെ പെർഫോമൻസ് വൈസ് ഇറ്റ്സ് നെഗറ്റീവ്. പിന്നെ ഒരു സീനുണ്ട്, അനിൽ കപൂർ മെഷീൻ ഗൺ എടുത്തുകൊണ്ട് വരണം. ആ സീൻ അത്യാവശ്യം നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ള എഡിറ്റിംഗ് ആണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കിയാരയുടെ സീൻസും പിന്നെ ആ ട്രെയിനിലുള്ള സീനും എടുത്ത് വെട്ടിയിരുന്നെങ്കിൽ എഡിറ്റിംഗ് കുറച്ചും കൂടി എനിക്ക് ഈ സിനിമയുടെ ഡ്യൂറേഷൻ കുറച്ചും കൂടി നന്നായേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. വേറെ കുഴപ്പമൊന്നും ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അല്ലാതെ വേറെ ഒന്നും എനിക്ക് തൽക്കാലത്തേക്ക് പറയാനില്ല. പിന്നെ ഈ സിനിമ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. പിന്നെ എന്തായാലും നെക്സ്റ്റ് ഈസ് കൂലി കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വെസ്കസ്.